ഹണിറോസ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു ഘട്ടത്തിലും എളുപ്പമായിരിക്കില്ല ഈ ഒരു നിയമ നടപടിയുമായി അല്ലെങ്കിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകുക എന്നത്. അത് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കും, വളരെ ധീരമായൊരു തീരുമാനം കൂടിയാണ്. ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഈ പോസ്റ്റ് ഇപ്പോൾ അല്പസമയം മുൻപിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. നിയമത്തിൽ വിശ്വസിക്കുന്നു എന്ന് കണ്ടു. ഇങ്ങനെ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കണം. കാരണം അത്ര നമുക്കറിയാം, സൊസൈറ്റിയിൽ പേരും പെരുമയും ഫാൻസ് അസോസിയേഷനും ഒക്കെ ഉള്ള ഒരാളാണ് എതിർഭാഗത്ത്. അപ്പം ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കറേജ് എങ്ങനെ കിട്ടി? കാരണം കുറെ നാളുകളായിട്ട് ഞാനും എന്റെ കുടുംബവും അത്രയും മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. എനിക്കെന്നല്ല, ഒരാൾക്കും ഇതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തതിന്റെ പേരിൽ നിന്ന് തുടങ്ങുന്ന വിഷയമാണ് ഇത് മുഴുവൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതൃപ്തി പറഞ്ഞിട്ട് പോലും വീണ്ടും ആ സ്ഥാപനത്തിന്റെ ഇനോഗ്രേഷനിൽ നിന്നും മാറി നിന്നിട്ട് പോലും എനിക്കിനി അത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായി പറഞ്ഞ് ഇദ്ദേഹത്തെ അറിയിക്കണം എന്ന് വ്യക്തമായി ഇൻഫോം ചെയ്തിട്ട് അതിൽ നിന്ന് മാറി നിന്നിട്ട് പോലും വീണ്ടും ഭയങ്കര മോശമായ കമന്റ്സും പരാമർശങ്ങളും ജസ്റ്റേഴ്സും അത് പല രീതികളിലും പല സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും വന്ന് ഇദ്ദേഹം നടത്തുകയാണ്. അപ്പൊ അതിന്റെ ചൂട് പിടിച്ച് ഞാൻ അനുഭവിക്കുന്ന ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളിൽ നിന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ലൈംഗിക വൈകൃതമാണ് ഇതൊക്കെ. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനെ. അതിന്റെ അതേ നേച്ചറിൽ പിന്തുടർന്ന് കുറെ ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ തൊട്ട് നമ്മളുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം വന്ന് വളരെ മോശമായിട്ടുള്ള സൈബർ അറ്റാക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു റീസെന്റ് ഒരു ഇന്റർവ്യൂ ഇതിന്റെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറയില്ലേ, ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ. ഇതിന് ഒരു പാരാമൗണ്ട് ആയി. ഇനി അതിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വന്നത് അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമായിരുന്നു. അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ ബോബി ചെമ്മണ്ണൂർ എന്ന അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടേക്കുന്നതും. അത് വ്യക്തമായിട്ട് കംപ്ലൈന്റ് SHOയുടെ കയ്യിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ആദ്യത്തെ പോസ്റ്റിൽ ഞാനത് വായിച്ചപ്പോൾ ആവർത്തിച്ച് അധിക്ഷേപങ്ങൾ എന്നുള്ളൊരു വരി കണ്ടു. അങ്ങനെ ഈ ഒരു ഉദ്ഘാടനത്തിന് ശേഷവും അങ്ങനെ നിരന്തരം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നോ? തീർച്ചയായിട്ടും അത് പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഇദ്ദേഹത്തിന്റെ കമന്റ്സ് വരികയാണ്, ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വരികയാണ് എന്റെ ശരീരത്തെ പറ്റി, ഡബിൾ മീനിങ് കമന്റ്സ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ജസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ട് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ ചിന്തിക്കുമ്പം ഇദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി സഹകരിച്ച ഒരു വ്യക്തിയാണ്. ഞാനൊരു ഇനോഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ ഒരു വ്യക്തിയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ പോകുന്നത്, ഞാനൊരു സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തോടൊപ്പം അസോസിയേറ്റ് ചെയ്തു, ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഭീകരമായിട്ടുള്ള എന്താ പറയാ സ്ലട്ട് ഷെയ്മിങ് തന്നെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊരു അറുതി വരുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നതും. ഇത് ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. അങ്ങനെ ഒരു ഈസി ആയിട്ട് അതങ്ങ് നിർത്തിയിട്ട് പോകാൻ വേണ്ടിയല്ല. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ടും ഒരു വാക്കുപോലും പുറത്തേക്ക് പറഞ്ഞ ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ കുടുംബത്തിന് ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി പോകാൻ കഴിയില്ല എന്നുള്ള ഒരു അവസാനം എത്തിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം. എനിക്ക് മനസ്സിലായി ഹണി. അതിപ്പം താങ്കളുടെ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളും ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം പല ഫേസ്ബുക്ക് കുറിപ്പുകളും എഴുതി. ഇതിനൊക്കെ ഞാൻ എന്തിനാ മൈൻഡ് ചെയ്യണം, ഇതൊക്കെ ഞാൻ എന്തിനാണ് പരിഗണിക്കേണ്ടത്, അത് അവരുടെ വിഷയം എന്നുള്ള രീതിയായിരുന്നു താങ്കളുടെ നിലപാട്. അപ്പം ഇനി സഹിക്കാൻ വയ്യ എന്നൊരു പോയിന്റിലേക്ക് എത്തിയിരുന്നോ? അതൊന്നും അവരുടെ വിഷയമാണെന്നുള്ളൊരു നിലപാട് എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് അനുഭവിച്ച ഇഷ്യൂസ് എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പല ഫേക്ക് ഐഡികളിൽ നിന്നോ അല്ലെങ്കിൽ ഒറിജിനൽ ഐഡികളിൽ നിന്നും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഒരിക്കലും ഒരാൾ എന്റെ മുമ്പിൽ വന്ന് നിന്നിങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് സംഭവിച്ചത് ഈ ഒരു ഇനോഗ്രൽ ഫംഗ്ഷന്റെ ഭാഗമായി ഞാൻ പോയപ്പോഴാണ് ആ ഒരു കാര്യം സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു നേച്ചർ തന്നെ ഭയങ്കരമായി മാറുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അന്ന് കമന്റ് ഇട്ട ആളുകൾക്കെതിരെ പരാതിപ്പെടാതെ പോയത് കൊണ്ടായിരിക്കാം ചിലപ്പം ഇത് ഈ ഒരു ലെവലിലേക്ക് അത് മാറിയത്. ഇൻ പേഴ്സൺ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള ഒരു അബ്യൂസ് എനിക്ക് നേരിടേണ്ടി വന്നത്. അതെന്റെ 20 വർഷം സിനിമയിൽ നിന്നിട്ടും ഫസ്റ്റ് ടൈമാണ് ഞാനത് അനുഭവിക്കുന്നത്. ഒരു ചടങ്ങിൽ എത്രയോ ചടങ്ങുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരാളിൽ നിന്ന് ഒരു ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി പുറകെ നടന്നെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെയാണ് ഞാൻ പല പ്ലാറ്റ്ഫോമുകളിലും കാണുകയാണ് ഇദ്ദേഹത്തിന്റെ ചടങ്ങിൽ നിന്ന് നമ്മൾ മാറി ഉദ്ഘാടന ചടങ്ങിന് ശേഷം പിന്നീട് നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുകയോ ചെയ്തിരുന്നോ? പിന്നീട് ഞാൻ പോയൊരു ചടങ്ങില് അത് ഇവരുമായിട്ട് ഒരു ബന്ധവുമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നില്ല, എന്റെ അറിവിലായിരുന്നില്ല. അപ്പൊ ഞാനത് കമ്മിറ്റ് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹവും അതിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നു എന്ന് ഞാൻ അറിയുന്നത്
അതിന്റെ തലേദിവസമാണ് ഞാൻ ആ പ്രോഗ്രാമിന്റെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഞാൻ അറിയുന്നത്. അതും ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊമോ വീഡിയോ കണ്ടിട്ട് അതിലും ഭയങ്കര മോശമായിട്ട് എന്റെ ശരീരത്തെ പറ്റി പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ആ വീഡിയോയും ചെയ്തേക്കുന്നത്. ഞാനും ഹണി റോസും വരുന്നു എന്ന് പറഞ്ഞിട്ട്. ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട്, അപ്പൊ അതിന്റെ താഴെയൊക്കെ കുറെ ഞാൻ വായിച്ചിരുന്നു. അപ്പം കുറെ മോശം കമന്റ്സ് ഒക്കെ ഹണിയും വായിച്ചിട്ടുണ്ടാകും, അറിയാം. അതൊക്കെ അങ്ങനെയൊക്കെ വായിച്ചപ്പോൾ അല്ലെങ്കിൽ അതൊക്കെ കണ്ടപ്പോൾ എടുത്ത ഡിസിഷൻ തെറ്റായി പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് തോന്നിയിരുന്നോ? ഈ ഒരു ഡിസിഷനോ? അല്ല, ഞാൻ ആദ്യം ഈ പേരെടുത്ത് പറയാത്ത ആദ്യം ഇട്ട പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിന് താഴെയൊക്കെ വന്ന കമന്റ്സ് വായിച്ചു. പേരെടുത്ത് പറയാനുള്ള ഒരു സാവകാശം എടുത്തത് തന്നെയാണ്. അത് നിയമപരമായി നമ്മൾ, കാരണം ഇതൊരു ചെറിയൊരു ഫൈറ്റ് അല്ല, ഇതിനെപ്പറ്റി എല്ലാം വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം തന്നെ ഇറങ്ങണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് കിട്ടിയ നിയമവും ഉപദേശവും അങ്ങനെ തന്നെയാണ്. അതിന്റെ പേരിൽ തന്നെയാണ് അത് ചെയ്തത്. അതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റുമില്ല. ഇപ്പം ഫാമിലി കൂടി, എനിക്ക് തോന്നുന്നു താങ്കൾ മാത്രമല്ല, ഫാമിലി കൂടി ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അവർക്കും കൂടി ഒരു സ്ട്രഗിളിംഗ് ഫേസ് ആയിരിക്കും. പിന്തുണ എങ്ങനെയാണ് ഫാമിലിയുടെ? തീർച്ചയായിട്ടും. ഞാൻ ഒരാളേ ഉള്ളൂ, ഒരു മോളേ ഉള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അത്രയും നല്ല അച്ഛനും അമ്മയും എനിക്ക് ചുറ്റുമുള്ള എന്റെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് തന്നെ, എന്റെ റിലേറ്റീവ്സ് ആയാലും ആരായാലും അത്രയും നല്ല മനുഷ്യരാണ് എനിക്ക് ചുറ്റുമുള്ളത്. അപ്പം പക്ഷെ ഈ ഒരു അടുത്ത കാലത്ത് ഞാൻ മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. എനിക്ക് ആൻസൈറ്റിയുടെ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, ഡിപ്രഷന്റെ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല ആളുകൾ എനിക്ക് ചുറ്റും ഉണ്ടായിട്ടും എനിക്ക് ബുദ്ധിമുട്ടുകളെല്ലാം വന്നത് ഈ സമൂഹത്തിൽ നിന്നാണ്. സമൂഹത്തിൽ നിന്നുള്ള ഇങ്ങനെയുള്ള എന്താ പറയാ ലൈംഗിക വൈകൃതമുള്ള ആളുകളിൽ നിന്നുണ്ടായതാണ്. അതിനെ ഇനിയെങ്കിലും ഞാൻ അഡ്രസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ പറയാ പിന്നെ ജീവിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തി. അത് തന്നെയാണ് അതിന്റെ ഒരു റീസൺ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കറിയാം താങ്കൾ ഇതൊരു ബോൾഡ് ഡിസിഷൻ ആണ് എടുത്തതെന്ന്. ഇതുമായി നമുക്കൊരു നിയമ സംവിധാനം ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്, താങ്കളുടെ പേരും അല്ലെങ്കിൽ ഫോട്ടോയും ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? നിങ്ങൾ എന്റെ ഫോട്ടോയും എന്റെ പേരും ഉപയോഗിച്ചിട്ട് തന്നെ വേണം ഇനി എന്ത് വാർത്ത കൊടുക്കാനും, അങ്ങനെ തന്നെ വേണം. കാരണം എന്റെ പേരും എന്റെ ശരീരത്തെ പറ്റിയുള്ള കമന്റ്സിനും ഒരു കുറെ വർഷങ്ങളായിട്ട് ഞാൻ പരി കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ പേര് വെച്ചിട്ട് തന്നെയാണ് ഈ ആളുകളെല്ലാം എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സമയം ഞാൻ അതിനെതിരെ ഒരു ഫൈറ്റിന് ഇറങ്ങുന്ന സമയത്ത് എന്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ വേണം നിങ്ങൾ അത് കൊടുക്കാനായിട്ട്. വളരെയധികം സന്തോഷം. ഇപ്പൊ ഈ അവസാനം പറഞ്ഞ വാചകങ്ങൾ അത് കേൾക്കുമ്പോൾ എന്റെ മുഖത്ത് പോലും ഒരു സന്തോഷമുണ്ട്. കാരണം എളുപ്പമുള്ള ഫൈറ്റ് അല്ല എന്ന് താങ്കൾക്കും എനിക്കും അറിയാം. കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ആൾ എത്രത്തോളം മൈറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പൊ എന്നിട്ടും ധൈര്യത്തോടു കൂടി ഈ തീരുമാനം എടുത്തല്ലോ. വളരെയധികം നന്ദി, അഭിനന്ദനങ്ങൾ. ധൈര്യമായി മുന്നോട്ട് പോകും. താങ്ക് യു സോ മച്ച്.